ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുമയ്യ. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, അന്താരാഷ്ട്ര സംഘടനകൾ എന്നൊരു ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ എക്സാമുകൾ, ആർമി GD പോലുള്ള എക്സാമുകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മേഖല എന്ന് പറയുന്നത്. ആർമിയുടെ മാത്രമല്ല, ഏതൊരു മത്സര പരീക്ഷ എടുത്താലും അതിലെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ വാരി വലിച്ചൊന്നും പറയാൻ പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്നൊരു പാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതുവരെ ചോദിച്ചതുകൊണ്ട് നമുക്കെല്ലാം പറയാം. അതിന് മുന്നോടിയായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ? ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ പഠിച്ചു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മറന്നു. ഓക്കെ, അപ്പോൾ ഈ അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് മലയാളം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ എക്സാം ഇംഗ്ലീഷിലാണല്ലോ. മാക്സിമം നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ നമുക്ക് ചുരുക്കിയിട്ട് നമ്മൾ എന്താണ് പറയാറ്? UNO എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ UNO നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കണം, UNO നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട്. UNOയുടെ ആസ്ഥാനം ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൽ നമ്മൾ സമീപിക്കാൻ. UNO നിലവിൽ വന്നത് വീണ്ടും പറയുകയാണ് 1945 ഒക്ടോബർ 24. ഓക്കെ, അപ്പോൾ എന്താണ് UNO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് മുന്നേ മറ്റൊരു സംഘടനയുണ്ടായിരുന്നു, ഇതിൻ്റെ മുൻഗാമി എന്ന് പറയപ്പെടും. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംഘടന ഉദയം ചെയ്യാനുള്ള പ്രധാന കാരണം? ഇതിനു മുന്നേ നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഫേസ് ചെയ്ത ജനതയാണ് നമ്മുടേത്. ഈ ഒന്നാം ലോക മഹായുദ്ധം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല, അത്രയും തകർച്ചയാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇനിയൊരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ, ശ്രദ്ധിക്കണം, വുഡ്രോ വിൽസൺ ആണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഏതാശയം? UNO അല്ല, പകരം ഏതാണ്? ലീഗ് ഓഫ് നേഷൻ. നമ്മൾ ചർച്ച വഴിതെറ്റാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗ് ഓഫ് നേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻ നിലവിൽ വന്നത് 1920കളിലാണ്. ഞാൻ പറഞ്ഞു, ആരാണ്? വുഡ്രോ വിൽസൺ ആയിരുന്നു ഇത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ 14 പോയിന്റ്സ് എന്ന ആശയത്തിൽ ഉണ്ടായിരുന്നതാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടൊരു അന്താരാഷ്ട്ര സംഘടന. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് നിലവിൽ വരികയും ചെയ്തു. അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ലീഗ് ഓഫ് നേഷനൊക്കെ വന്നു, കുഴപ്പമൊന്നുമില്ല, രൂപീകരിച്ചു, ആസ്ഥാനങ്ങളൊക്കെ കൊണ്ടുവന്നു, അതിനൊരു ഭരണഘടനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കവനന്റ് എന്നാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യമാണ്, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ലീഗ് ഓഫ് നേഷൻ വന്നു, രൂപീകരിച്ചു. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം സംഭവിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടന കൊണ്ടുവന്നത്. ലക്ഷ്യം എന്തായിരുന്നു? ഇനിയൊരു മഹായുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ സംഘടനയ്ക്ക് ഒരു മീനിങ് ഇല്ലാണ്ടായി. അതോടുകൂടി ഇത് പരാജയപ്പെടുകയും പകരം രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചു. ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് വന്നത്. നമ്മൾ ഈ പറയാൻ പോകുന്ന UNO, അതായത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സംഘടന ഏത് എന്ന് ചോദിക്കാറുണ്ട്. ലീഗ് ഓഫ് നേഷൻ ആണ്. അത് 1920ലാണ് രൂപീകരിച്ചത്. നമ്മൾക്ക് ചോദിക്കാറുള്ളത് ഏതാണ്? UNO നിലവിൽ വന്ന വർഷം ഏത് എന്നതാണ്. 1945 ഒക്ടോബർ 24. ഈ ഒക്ടോബർ 24 ഇമ്പോർട്ടൻ്റ് ആണ്. UN ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ച ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. UN ഡേ സെലിബ്രേറ്റഡ് എന്നാണ് ഒക്ടോബർ 24. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. ഒക്ടോബർ 24ൻ്റെ പ്രത്യേകത UN ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആസ്ഥാനം ഈ കഴിഞ്ഞ GDയിൽ ചോദിച്ചൊരു ചോദ്യമാണ്.
GD-യിലെന്ന് മാത്രമല്ല പാരാമിലിറ്ററി ഫോഴ്സിന് വരുന്ന എക്സാമുകൾക്കും കേരള PSC UPSC എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സിമ്പിൾ ചോദ്യമാണ്. UNOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് UNO? സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ന്യൂയോർക്കിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം UNOയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. പക്ഷേ എക്സാം എഴുതുമ്പോൾ നമുക്ക് തോന്നും ഇനി ജനീവയിലെങ്ങാനും ആണോ അല്ലെങ്കിൽ വാഷിങ്ടണിലാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരാനേ പാടില്ല. വാഷിങ്ടണിലൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു വെച്ച ഹെഡ് ക്വാർട്ടർ ഏതെന്ന് ചോദിച്ചാൽ ന്യൂയോർക്കാണ്. ന്യൂയോർക്കിൽ മാൻഹട്ടൻ ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ UNOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ചോദിച്ച ചോദ്യമാണ്, UNOയുടെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാൻഹട്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി UNOയുടെ ആസ്ഥാനം കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് UNO ആരാണ് സ്ഥാപിച്ചത്? അതായത് ആരുടെയെങ്കിലുമൊക്കെ ബുദ്ധി ആയിരിക്കുമല്ലോ ഈ UNO സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തടയാൻ വേണ്ടിയിട്ട് വന്ന സംഘടനയാണ് യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ ആസ്ഥാനം ജനീവയായിരുന്നു. 1945 ഒക്ടോബർ 24-നാണ് ഇത് സ്ഥാപിതമായത്. ഒക്ടോബർ 24 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? UN ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇനി ഇത് വരാൻ കാരണമായിട്ടുള്ള വ്യക്തി, ഇതിൻ്റെ സ്ഥാപകർ പിന്നിൽ ആരൊക്കെയാ ചോദിച്ചാൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ശ്രദ്ധിക്കണം, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻ വരാൻ കാരണമായിട്ടുള്ള വ്യക്തി വുഡ്രോ വിൽസൺ ആയിരുന്നെങ്കിൽ ഇവിടെ UNO വരാൻ കാരണമായിട്ടുള്ള വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അദ്ദേഹമാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന പേര് സംഭാവന ചെയ്തതും ആര് തന്നെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ ഒരു ഏരിയയിൽ ഇദ്ദേഹത്തെ ഓർത്തു വെക്കണം. ഇനി ഇതിൽ ഇദ്ദേഹം മാത്രമല്ലായിരുന്നു, വിൻസ്റ്റൺ ചർച്ചിലും സ്റ്റാലിനും ഒക്കെ ഏതിൽ മെമ്പറാണ്? സ്ഥാപക മെമ്പേഴ്സിൽ അറിയപ്പെടുന്ന 3 വ്യക്തികളാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ ആൻഡ് സ്റ്റാലിൻ. ഈ 3 പേരെയും നമ്മൾ ഓർത്തു വെക്കണം. ഇനി അടുത്ത യുണൈറ്റഡ് നാഷനുമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ള മറ്റ് പോയിന്റുകളിലോട്ട് നമുക്ക് നോക്കാം. ഈ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ എന്ന പേര് സംഭാവന ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു. ഈ ദിനം പറഞ്ഞു. ഇനി ഈ ദിനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഡേ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണത്. നമ്മുടെ സമാധാന ദിനം സമാധാനമല്ല, മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം, ഹ്യൂമൻ റൈറ്റ് ഡേ എന്നാണ് ആചരിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ 2 ഡേറ്റ് പറഞ്ഞു. ഒന്ന് UN ഡേ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൂട്ടത്തിൽ മറ്റൊരു ഡേറ്റ് കൂടി ഓർത്തു വെക്കുക. ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 10-നാണ് ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി UNO ആണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. 1948 ഡിസംബർ 10-നായിരുന്നു എന്ത്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ടാണ് ഡിസംബർ 10 നമ്മൾ എന്താ ആചരിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി UNOയെ കുറിച്ച് പറ്റി പറയുമ്പോൾ UNOയുടെ പതാകയെ കുറിച്ച് ചോദിക്കാറുണ്ട്. പതാകയുടെ നിറം എന്ത് ചോദിക്കാറുണ്ട്. ചോദ്യം ശ്രദ്ധിക്കണം, വാട്ട് ഈസ് ദ കളർ ഓഫ് UN ഫ്ലാഗ്? അപ്പോൾ UN ഫ്ലാഗിന്റെ കളർ ചോദിച്ചാൽ ഒന്നുകിൽ നേവി ബ്ലൂ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ വെറും ബ്ലൂ എന്നാണ് കൊടുക്കുക. എന്തായാലും ബ്ലൂ ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് UN ഫ്ലാഗിന്റെ കളർ? എന്താണ്? നീല നിറമാണ്. ഇനി അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് മറ്റു പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ UN ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. UN ചിത്രമല്ല, UNന്റെ പതാകയുടെ ചിത്രം പത്രങ്ങളിൽ, നമ്മുടെ പുസ്തകത്തിലേക്ക്, എല്ലാ പാഠപുസ്തകത്തിലും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ UN. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, അതിൻ്റെ കളർ വലുത് മനസ്സിൽ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ കളർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏത് ചോദിച്ചാൽ വേൾഡ് മാപ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കണം, വേൾഡ് മാപ്പിന്റെ ചിത്രമാണ്. കൂട്ടത്തിൽ 2 ഒലീവ് ലീവ്സ്, 2 ഒലീവ് ഇലകൾ 2 വശത്തായിട്ട് ഒലീവ് ബ്രാഞ്ചസും, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്? വൈറ്റ് കളറിൽ നമ്മുടെ വേൾഡ് മാപ്പും ആലേഖനം ചെയ്തതാണ് ഏത്? നമ്മുടെ UNOയുടെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഗിനെ കുറിച്ച് നമ്മൾ അത്ര ഓർത്താൽ മതി. അത്രയാണ് ചോദിക്കാറുള്ളൂ. മാക്സിമം പോയാൽ കളറേ ചോദിക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒലീവ് ലീവ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള എന്തിൻ്റെ ചിത്രമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒലീവ് ലീവ്സ് ആണ്.
ഇനി പറയുന്നത് അടുത്ത പോയിന്റ്, UNOയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ UNOയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം വരാറ്. അപ്പം നമ്മൾ അറിഞ്ഞു വെക്കണം. നമ്മളിങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട, കുറേയൊക്കെ നമുക്ക് എന്തിലൂടെ പഠിക്കാം? കോഡുകൾ വഴി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എപ്പോഴും മത്സര പരീക്ഷകൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തുമാത്രമാണ്? കോഡുകളാണ്. എല്ലാം പഠിക്കണം, എങ്കിലും ട്രിക്കിലൂടെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മുന്നേറാൻ കഴിയും. അപ്പോൾ ഈ UN ഭാഷകൾ ഓർത്തു വെക്കാൻ നമുക്ക് കോഡ് പറയാം. സ്കാപ്പർ എന്ന് പറയും. SCAFER. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? UN ഭാഷകളെ കുറിച്ചാണ്. സ്കാപ്പർ എന്ന കോഡ് വഴി നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് S for Spanish, C for Chinese and A for Arabic, and then scapper പറയുമ്പോൾ A കഴിഞ്ഞാൽ F for French, then E for English, R for Russian. ഓർത്ത് വെക്കണം. നമ്മൾ ആ ഭാഷകൾ ഇങ്ങനെ ഓർഡർ ഇല്ലാണ്ട്, ഓർഡർ എന്ന് പറഞ്ഞാൽ സ്കാപ്പർ എന്നുള്ളത് കോഡ് മാത്രമാണ്, പ്രത്യേകിച്ച് ഓർഡറുകളൊന്നുമില്ല. അവസാനമായിട്ട് അംഗീകരിച്ച ഭാഷ ഏത് ചോദിച്ചാൽ അറബിക് ആണ്. ഓർത്ത് വെക്കണം. അവസാനമായിട്ട് UN അംഗീകരിച്ചത് അറബിക് ആണ്. പിന്നെ അവരുടെ ലാംഗ്വേജ്, അവർ യൂസ് ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന UNOയുടെ ഭാഷകൾ ഏത് ചോദിച്ചാൽ അത് ഇംഗ്ലീഷും ഒന്ന് ഫ്രഞ്ചും ആണ്. അത് അവരുടെ യൂസ് ചെയ്യുന്ന ഭാഷകൾ രണ്ടെണ്ണം ചോദിച്ചാൽ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആണ് വരുന്നത്. ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ UN ഭാഷ കണ്ടു, UN ഫ്ലാഗിനെ കുറിച്ച് കണ്ടു, അതിൻ്റെ ആസ്ഥാനം കണ്ടു. അടുത്തതായിട്ട് എപ്പോഴും ചോദിക്കാറുള്ള കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് UN സെക്രട്ടറി ജനറൽ ആര് എന്നുള്ളത്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിലവിൽ ആരാണ് UN സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ളത് പോർച്ചുഗീസുകാരനായിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് ആണ്. ശ്രദ്ധിക്കണം, പോർച്ചുഗീസുകാരനായിട്ടുള്ള 9ാമത്തെ വ്യക്തിയാണ്. പോർച്ചുഗീസുകാരനായിട്ടുള്ള 9ാമത്തെ വ്യക്തിയല്ല, നമ്മുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള 9ാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്. നിലവിൽ അദ്ദേഹമാണ്. ഓർത്തു വെക്കണം. എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. നിലവിൽ ചോദിച്ചു കഴിഞ്ഞ ഒരു ചോദ്യം കൂടിയാണ്. ആരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ നമ്മുടെ പോർച്ചുഗീസുകാരനായിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് ആണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നും ചോദിക്കാറുണ്ട്. അതുകൂടി ഓർത്തു വെക്കണം. ആദ്യത്തേത് ട്രിഗ്വേ ലീ എന്ന വ്യക്തിയാണ്. നോർവേക്കാരനാണ്. ചില സമയത്ത് രാജ്യവും കൂടെ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ അതുകൂടി നമ്മൾ ഓർത്തു വെക്കണം. ട്രിഗ്വേ ലീ ആദ്യത്തേതാണ്. നിലവിൽ ആര് എന്ന് ചോദിച്ചാൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ട്രിഗ്വേ ലീ നോർവേക്കാരനാണ്. ആന്റോണിയോ പോർച്ചുഗീസുകാരനാണ്. അതുകൂടി ഓർത്തു വെക്കണം. ഇനി UN എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയൊരു ബിൽഡിംഗ് ആണ് അല്ലേ. UN എന്ന് പറയുന്ന ഒരുപാട് ഏജൻസികളുണ്ടോ UNOക്ക്. അപ്പോൾ ഈ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UN ഏജൻസീസ് ഏതൊക്കെയാണ്, UN ഓർഗനൈസേഷനുകളുണ്ട്, അതിൻ്റെ ഏജൻസികൾ എത്രയാണ് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. UNOയുടെ ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചക്രം പോലെയൊക്കെ നമ്മൾ പദസൂര്യനൊക്കെ വരച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് ഓർത്തിട്ടുണ്ടാവില്ല, ഇത് മത്സര പരീക്ഷകൾക്കൊക്കെ വരുമെന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നേരത്തെ പറഞ്ഞതുപോലെ UNOയുടെ ഘടകമല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം. ഒന്ന് നമ്മൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ്. ഒന്നേതാണ് പറഞ്ഞത് സെക്രട്ടേറിയറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സെക്രട്ടറി ജനറൽ ആവുന്നത് ആ ഒരു ഘടകത്തിന്റെ തലവനായിട്ടാണ്. അടുത്തത് ജനറൽ അസംബ്ലി. ഓർത്തു വെക്കണം. ഇത് ഒട്ടും അറിയാത്തവരുണ്ടായിരിക്കും, അവർ ജസ്റ്റ് അതിങ്ങനെ ഓർത്തു വെക്കുക. എന്നിട്ട് അത് കാണാതെ ഒന്നും പഠിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് കണ്ടാൽ ഇത് UNOയുടെ ആരൊക്കെയാണ് എന്നൊരു ഐഡിയ നമുക്ക് വേണം. സെക്രട്ടേറിയറ്റ്, ജനറൽ അസംബ്ലി എന്ന് പറയുന്ന സെക്യൂരിറ്റി കൗൺസിൽ. അടുത്തത് ഏതാണ്? സുരക്ഷാ സമിതി എന്ന് പറയുന്ന സെക്യൂരിറ്റി കൗൺസിലാണ്. അടുത്തതായിട്ട് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഒരു കൗൺസിൽ ആയിരുന്നു. അതിൻ്റെ നിലവിൽ അത് ഡെഡ് ആയിട്ട് കിടക്കുകയാണ്. അതായത് ആ ഒരു സംഘടന പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, അത് നിർജീവമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നിലവിൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള UNOയുടെ ഓർഗനൈസേഷൻ ഏത് ചോദിച്ചാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടുത്തതായിട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ശ്രദ്ധിക്കണം, സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാറുള്ളത് ഈ പോയിന്റ്സ് നമ്മൾ എന്തായാലും UNOയുടെ ഏജൻസികൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്.
വേൾഡ് കോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ഇവിടുന്ന് എപ്പോഴും സിമ്പിളായിട്ട് ചോദിക്കാറുള്ളത് ഇതിൻ്റെയൊക്കെ ആസ്ഥാനം. നമ്മൾ എപ്പോഴും UNO എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്ഥാനം പഠിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? UNOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നു ആലോചിച്ച് നോക്കിയേ? ന്യൂയോർക്ക് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ന്യൂയോർക്ക് എന്നുള്ളത് മനസ്സിലുള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഏജൻസികളൊക്കെ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. UNOയുടേത് ന്യൂയോർക്ക് എന്ന് ഓർമ്മയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പറഞ്ഞ ജനറൽ അസംബ്ലിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. പിന്നെ ഏതാണ് പറഞ്ഞത്? നമ്മുടെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ചോദിക്കുവാണെങ്കിലും ന്യൂയോർക്കാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ചോദിക്കുവാണെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂയോർക്കിലാണ്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് പഠിക്കേണ്ട. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ ചോദിച്ചാൽ നമ്മൾ അവസാനം പറഞ്ഞ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇതിൻ്റെ ആസ്ഥാനം മാത്രം ഹേഗിലാണ്. ശ്രദ്ധിക്കണം, ഹേഗ്. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം ന്യൂയോർക്കാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് ചോദിക്കും? വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? ശ്രദ്ധിക്കണം, അവിടെ നേരെ കൊണ്ടിട്ട് ഓപ്ഷൻ എയിൽ എന്ത് കിടക്കുന്നുണ്ടാകും? ന്യൂയോർക്ക് കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പ്രത്യേകം ഓർത്തു വെക്കണം. ഹേഗ് ആണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. ബാക്കിയുള്ള ഏജൻസി എല്ലാം ന്യൂയോർക്കാണ്. അതിൽ പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചതാണ് UNOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്നുള്ളത്. ഇത്തവണ കഴിഞ്ഞ GD കൂടെ ചോദിച്ചതാണ്. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മൾ ഭാഷ കണ്ടു, ഫ്ലാഗ് കണ്ടു, ഏജൻസികൾ കണ്ടു, അതിൻ്റെ ആസ്ഥാനങ്ങൾ കണ്ടു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഏജൻസി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ എന്നൊരു ഏജൻസിയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു. സെക്യൂരിറ്റി കൗൺസിൽ അഥവാ സുരക്ഷാ സമിതി എന്ന് പറയും. അപ്പോൾ UNOയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. UNOയുടെ എല്ലാമായ രാജ്യങ്ങളുള്ളത് എവിടെയാണ്? ഈ സംഘടന എന്ന് പറയാൻ പറ്റില്ല, ഏജൻസിയിലാണ്. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി മെമ്പേഴ്സ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ? ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. എന്നാൽ പെർമനന്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. സെക്യൂരിറ്റി കൗൺസിൽ ശരിക്കും 15 പേരുണ്ട്. ടോട്ടൽ എത്ര പേരാ ചോദിച്ചാൽ 15 പേരാണുള്ളത്. അതിൽ 5 പേര് സ്ഥിരം അംഗങ്ങളാണ്. അവരാണ് എല്ലാം. UNOയുടെ സ്ഥിരം പെർമനന്റ് മെമ്പേഴ്സ് ആണ് ഈ 5 പേര്. ബാക്കി 10 പേര് 2 വർഷം മാത്രം അംഗങ്ങളാകാം. ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ മൊത്തം 193ഓളം രാജ്യങ്ങൾ ഏതിലുണ്ട്? UNOയിലുണ്ട്. അവസാനമായിട്ട് അംഗമായ രാജ്യം ഏത് ചോദിച്ചാൽ ദക്ഷിണ സുഡാനാണ്, സൗത്ത് സുഡാനാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് UNOയുടെ ഒരു സമിതി ആയിട്ടുള്ള സുരക്ഷാ സമിതി, അതായത് സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് ആൻഡ് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നൊന്നും ചോദിക്കാറില്ല. പക്ഷേ 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അതിങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോക രാജ്യങ്ങളായിട്ടുള്ള ഒരു ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള 5 രാജ്യങ്ങളാണ് എന്ന്. ഇന്ത്യ ഇല്ല, പേടിക്കേണ്ട. അപ്പോൾ എന്താണ്, ഇന്ത്യ എങ്ങാനും അതിലുണ്ടാകും. നമ്മുടെ ഓപ്ഷനിൽ എന്തായാലും ഇന്ത്യയെ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ ആരും കേൾക്കാത്ത, പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എല്ലാവരും കയറിയിട്ട് ഇന്ത്യ ആണെന്നൊക്കെ കരുതി കളയും അതിലുള്ളതാരെന്ന് ചോദിച്ചാൽ. അപ്പൊ ശ്രദ്ധിക്കണം, സെക്യൂരിറ്റി കൗൺസിലെ 5 പെർമനന്റ് മെമ്പേഴ്സ് ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പെർമനന്റ് മെമ്പേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ തൊട്ടയൽക്കാരനായിട്ടുള്ള ചൈനയാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ലോക രാജ്യങ്ങളിൽ ഒന്നാമനായിട്ടുള്ള അമേരിക്കയുണ്ട്. പിന്നെ വരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. 5 പേരാണ് സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് കൺട്രീസ് ആയിട്ട് പറയപ്പെടുന്നത്. ഓർത്തു വെക്കണം, നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത 5 രാജ്യങ്ങളാണ്. ഏഷ്യയിൽ നിന്നുള്ള ഒരേ ഒരു രാജ്യം ഏത് ചോദിച്ചാൽ ചൈനയാണ്. ഇന്ത്യ ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ പെർമനന്റ് അംഗം ആയിട്ടില്ല. നമുക്ക് ഇതുവരെ ആവാൻ സാധിച്ചിട്ടില്ല. വീറ്റോ പവർ എന്നൊരു അധികാരം കൂടി ആർക്കുണ്ട്? സെക്യൂരിറ്റി കൗൺസിലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ട്. അതുകൂടി ഓർത്തു വെക്കണം. വീറ്റോ പവറുള്ള കൗൺസിൽ ഏത് ചോദിച്ചാൽ സെക്യൂരിറ്റി കൗൺസിലാണ്. അതുകൂടി ഓർത്തു വെക്കണം. ഇനി അടുത്ത ഏജൻസി ഏത് ചോദിച്ചാൽ
ജനറൽ അസംബ്ലിയാണ്. നമ്മൾ മറ്റൊരു ഏജൻസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ജനറൽ അസംബ്ലിയാണ് ഏറ്റവും വലിയ ഘടകം. UN-യുടെ ഏറ്റവും വലിയ ഏജൻസി ഏത് ചോദിച്ചാൽ ജനറൽ അസംബ്ലിയാണ്. ഇനി സെക്രട്ടേറിയറ്റ് നമ്മൾ പറഞ്ഞു ആന്റോണിയോ ഗുട്ടറസ് തലവനായിട്ടുള്ള, അതായത് സെക്രട്ടറി ജനറൽ ഉള്ളത് എവിടെയാണ്? സെക്രട്ടേറിയറ്റിലാണ്. 5 വർഷമാണ് കാലാവധി ചോദിക്കാറുണ്ട്. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി ഡ്യൂറേഷൻ എത്രയാ ചോദിച്ചാൽ 5 വർഷമാണ്. അതുകൂടി ഓർത്തു വെക്കണം. ഇനി നമ്മൾ പറഞ്ഞു ലോക കോർട്ട് എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എത്ര ജഡ്ജിമാരുണ്ട് ചോദിച്ചാൽ ഓർത്തു വെക്കണം 15 ജഡ്ജിമാരാണ് ടോട്ടൽ ഉള്ളത്. 9 വർഷമാണ് ആ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് അതിൽ ജഡ്ജിയായ വ്യക്തിയാണ് BN റാവു. അതുകൂടി ഓർത്തു വെക്കണം. നമ്മുടെ ഇന്ത്യയുടെ സാന്നിധ്യം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അതുപോലെ നമ്മൾ ജനറൽ അസംബ്ലിയിൽ നമ്മുടെ ആദ്യമായിട്ട് അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരി കൂടിയുണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ സിസ്റ്റർ ആയിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ വുമൺ കൂടിയാണ്. ജനറൽ അസംബ്ലിയിൽ ആദ്യമായിട്ട് വനിതാ വുമൺ പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരി ആര് ചോദിച്ചാൽ നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അതുകൂടി നമ്മൾ ഇതിൽ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള എല്ലാ ചോദ്യങ്ങളും UN-യുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. ഒരുപാട് ഫാക്ടർ ഉണ്ട്, ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടി നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക്